ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും. അപ്പോൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കഴിവതും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇന്ന് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. എന്തൊക്കെ നിങ്ങൾക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്നതായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1931 വടകര KPCC യോഗമാണ്. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1931 നടന്ന വടകരയിലെ KPCC യോഗത്തിൽ വെച്ചായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്? 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പഠിക്കുമ്പോൾ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആരാണ്? AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? അത് AK ഗോപാലനാണ്. PSCക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ. അപ്പം നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോകില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. അപ്പോൾ നമ്മൾ 3 പേരുകൾ ഇപ്പോൾ പഠിച്ചു. AK ഗോപാലൻ ആരാണ്? അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും K കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? അത് മന്നത്ത് പത്മനാഭൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? K കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റനോ AK ഗോപാലൻ. അപ്പോൾ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആരായിരിക്കും? അത് K കേളപ്പനായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 പേരെക്കുറിച്ച് പഠിച്ചു അല്ലേ. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം അണിയടിച്ച ആദ്യത്തെ ബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള അല്ലേ. അപ്പോൾ P കൃഷ്ണപിള്ള എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മണി മുഴക്കി. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം മണി മുഴക്കിയ ആദ്യത്തെ ബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചാൽ അത് P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു. P കൃഷ്ണപിള്ളയ്ക്കും AK ഗോപാലനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായി പ്രവർത്തിച്ച വ്യക്തിയാണ് T സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു T സുബ്രഹ്മണ്യ തിരുമുമ്പ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് K കേളപ്പനാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തി അത് K കേളപ്പനാണ്. K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം പിൻവലിക്കുന്നത് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധന നടത്തുന്നു. അപ്പം ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ജനഹിത പരിശോധന നടത്തിയത്? അത് പൊന്നാനിയിൽ. കാരണം എന്താണ്? ഈ ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് പൊന്നാനി താലൂക്കിലായിരുന്നു. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ അത് പൊന്നാനി താലൂക്കിലാണ്. പൊന്നാനിയിൽ നടന്ന ജനഹിത പരിശോധനയിൽ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന് വസ്തുത വെളിപ്പെടുത്തി. അപ്പോൾ പൊന്നാനിയിൽ നടന്ന ജനഹിത പരിശോധനയിൽ എന്ത് ആണ് നമുക്ക് ഉണ്ടായത്? അവിടെ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന് ആ ജനഹിത പരിശോധനയിലൂടെ വ്യക്തമായി.
ഇത്രയാണ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് എക്സാം പോയിന്റിൽ പഠിക്കാനുള്ളത്. ഇതിനപ്പുറത്തേക്ക് PSC ഇതുവരെ ഗുരുവായൂർ കുറിച്ച് ഒരു പോയിന്റും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം. ഏത് PSC പരീക്ഷയ്ക്കും ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനും നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നും ഒരു ചോദ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പം എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ, വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പം ഇന്ത്യയിൽ തന്നെ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ ആ ഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവർ. അപ്പം വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായിട്ട് സത്യാഗ്രഹം നടത്തിയ ഹിന്ദുക്കൾ അല്ലാതിരുന്നവരാണ് ആരൊക്കെ? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവർ. ഐത്തോച്ചാരണത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1923 കാക്കിനട സമ്മേളനം. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഐത്തോച്ചാരണത്തിനെതിരെ പ്രമേയം പാസാക്കിയ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? അത് 1923 കാക്കിനട സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന് പ്രമേയം പാസ്സാക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് TK മാധവൻ. അപ്പം ഈ ഐത്തോച്ചാരണ പ്രമേയം പാസ്സാക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് TK മാധവൻ. വൈക്കം ക്ഷേത്രം റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് N കുമാരനാണ് 1925. അപ്പം വൈക്കം ക്ഷേത്ര റോഡും അതിനോടനുബന്ധിച്ച് മറ്റ് റോഡുകളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് 1925 N കുമാരനാണ്. അപ്പം ഐത്തോച്ചാരണത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസിന്റെ സമ്മേളനം 1923 കാക്കിനട സമ്മേളനവും ഇതിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനും അതുപോലെ തന്നെ തിരുവിതാംകൂർ നിയമസഭയിൽ വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് 1925 N കുമാരനുമാണ്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ്. അപ്പം ഈ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരുന്നു മഹാറാണി സേതുലക്ഷ്മി ഭായി. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണെന്ന് ചോദിച്ചാൽ അത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ്.
വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവർ 23,000 പേരാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചത് എത്ര പേരാണ്? 23,000 പേര്. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയാണ്. ഈ തിരുവിതാംകൂർ രാജ്ഞിക്ക് നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. അപ്പം ഇങ്ങനെ ചോദിക്കാം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ഏതാണ്? അത് അകാലികൾ എന്നറിയപ്പെടുന്നു. ഈ അകാലികളുടെ നേതാവായിരുന്നു ലാൽ സിംഗ്. അപ്പം പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരായിരുന്നു? ലാൽ സിംഗ് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. ഈ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പം മന്നത്ത് പത്മനാഭനാണ് ഏത് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി അല്ലെങ്കിൽ കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. എവിടെ നിന്ന് എവിടെ വരെയാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്? അത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ സംഘടിപ്പിച്ചത്. സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ട വർഷം 1924 നവംബർ 1. അപ്പോൾ സവർണജാഥ എന്നായിരുന്നു? 1924 നവംബർ 1. സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ റാണി സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കപ്പെടുന്നു. ഡോക്ടർ എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിലെ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടന്ന ജാഥ അറിയപ്പെടുന്നത് സവർണ ജാഥ എന്നാണ്. അപ്പോൾ ഡോക്ടർ എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും നാഗർകോവിലിലെ കോട്ടാർ എന്ന സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന ജാഥ അറിയപ്പെടുന്നതും സവർണ ജാഥ എന്ന് തന്നെയാണ്. സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്? അത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് വന്നത് അകാലികൾ. അവരുടെ നേതാവ് ആരായിരുന്നു? ലാൽ സിംഗ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകൻ എന്ന നിലയിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. അപ്പം ദേശീയ നേതാവ്, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? അദ്ദേഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ എന്ന നിലയിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിപ്പിച്ചത് 1925 നവംബർ 23 അപ്പം നമ്മുടെ വൈക്കം സത്യാഗ്രഹം എന്നാണ് അവസാനിപ്പിച്ചത്? 1925 നവംബർ 23. എത്ര ദിവസം നീണ്ടു നിന്നു ഈ വൈക്കം സത്യാഗ്രഹം? 603 ദിവസം വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നു. വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്തത് 1925 നവംബർ 23. അപ്പം വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയൊഴിച്ച് ബാക്കി എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ തുറന്നു കൊടുത്തു പൊതുജനങ്ങൾക്കായിട്ട് 1925 നവംബർ 23. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് 1928. അപ്പോൾ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1922. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ 10th പ്രിലിമിനറി എക്സാമിനും അതുപോലെയുള്ള പ്രിലിമിനറി എക്സാമിനൊക്കെ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കാണുക.
കേട്ട് പഠിക്കുക കേട്ടോ. കേൾക്കാനുള്ള സമയം കണ്ടെത്തുക നിങ്ങളിത്. അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം അത് നമുക്ക് മാർക്ക് നേടിത്തരുന്നതാണ് അല്ലേ. നമ്മുടെ ചരിത്രമാണ്. അത് നമുക്ക് പഠിച്ചാൽ നമുക്ക് മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആകും. അതുപോലെ തന്നെ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.